ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് ലീനിയർ ഇക്വേഷൻ സോൾവിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറേ മെത്തേഡുകളുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേറെ ഒരു മെത്തേഡും ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി എങ്ങനെയാണ് നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്, രണ്ട് വേരിയബിൾസ് വരുന്ന ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വൈസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, നമുക്ക് എന്തിലോട്ട് പോവാം, അതിന്റെ ഒരു എക്സാമ്പിളിലോട്ട് പോകട്ടെ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. 2x + 5y എന്ന് പറയുന്നത് 43ഉം 3x + 7y എന്ന് പറയുന്നത് 61ഉമാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്കിവിടെ എക്സിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം, എന്നിട്ട് വൈയുടെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള കണക്കും എന്താകും, മൊത്തത്തിൽ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വൈസിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കാൻ, ലീനിയർ ഇക്വേഷൻ സോൾവിങ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 × 61 ചെയ്യും. ഓക്കെ, 5 × 61 ചെയ്യാം, മൈനസ് ഇനി ചെയ്യേണ്ടത് നമ്മൾ 7 × 43 ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, 43 × 7 7 × 43 എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, മൈനസ് 7 × 43 ചെയ്യും. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 × 3 ചെയ്യാം. ഓക്കെ, 5 × 3 ചെയ്യാം, മൈനസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് 7 × 2 ചെയ്യാം. 7 × 2 ചെയ്യാം. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. 5 × 61, അതുപോലെ തന്നെ 7 × 43, അതുപോലെ തന്നെ 5 × 3, അതുപോലെ തന്നെ എന്താണ് വരിക 7 × 2 അല്ലെ. ഈ ഒരു പ്രോസസ്സിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കേട്ടോ. ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഏതൊരു എലമെന്റും എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ്മാച്ച് ചെയ്തിട്ട് എഴുതരുത്. ഈ ഒരു രീതിയിൽ തന്നെ എഴുതി പോയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരുന്നത് നോക്കാം. അപ്പോൾ 5 × 61 എന്ന് പറയാൻ പറ്റും. 5 × 60 300. അപ്പൊ ഒരു 5 കൂടെ ആഡ് ചെയ്താൽ 305 കിട്ടുക അല്ലെ. 305 കിട്ടും, മൈനസ് 7 × 43 പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. 7 × 40 280, 7 × 3 എന്ന് പറയുമ്പോൾ 21, 280 21 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 301 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 × 3 എന്ന് പറയുമ്പോൾ 15 ആണ് വരിക, മൈനസ് 7 × 2 എന്ന് പറയുമ്പോൾ 14 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക, 4/1 which is equal to എത്ര വരിക, 4 ആയിരിക്കും എക്സിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് കിട്ടുക അല്ലെ. വേണമെങ്കിൽ എക്സിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് 4 എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ അവിടെ 4 റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനും പറ്റും, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനും പറ്റും അല്ലെ. നമുക്ക് വേണമെങ്കിൽ നോക്കാം. എക്സിന്റെ വാല്യൂ 4 ആണ് അല്ലെ. അപ്പൊ 2x എത്ര വരിക, 8 ആണ് വരിക. അപ്പോ 43 മൈനസ് 8 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 35 എന്ന് കിട്ടും. 5y 35 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, വൈയുടെ വാല്യൂ 7 ആണ് വരിക അല്ലെ. അങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വൈസിലും നമ്മൾ ആ കൺസേൺഡ് ആയിട്ടുള്ള വൈയുടെ വേരിയബിൾ കണക്കാക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കും നിങ്ങളെ. ഇനി വൈയുടെ വേരിയബിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ന്യൂമറേറ്ററിൽ എന്താണ് നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യേണ്ടത് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 × 61 ചെയ്യാം. ശ്രദ്ധിക്കും നിങ്ങൾ, 2 × 61 മൈനസ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 × 43 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 × 61 3 × 43 ആണ് ന്യൂമറേറ്ററിൽ ചെയ്യുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 × 7 2 × 7 മൈനസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 × 15 ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 3 × 5 ആണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് വർക്ക്ഔട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ വൈയുടെ കറസ്പോണ്ടിങ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരിക, 61 × 2 122 വരും, മൈനസ് 43 × 3 എന്ന് പറയുമ്പോൾ 129 ആണ് വരിക, ഡിവൈഡഡ് ബൈ 7 × 2 എന്ന് പറയുമ്പോൾ 14 ആണ് വരിക, മൈനസ് 3 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും, 15 വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് -7 ആണ് വരിക.
വരിക. അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ -1 ആണ് വരിക. അപ്പൊ നമുക്ക് വൈയുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 ആണ് കിട്ടുക അല്ലെ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമ്മൾ എക്സിന്റെയും വൈയുടെയും വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ക്രോസിംഗിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മിസ്മാച്ച് ആയി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ചെയ്യാൻ ഈ ഒരു വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എലിമിനേഷൻ നല്ല മെത്തേഡാണ്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് വരും. അപ്പൊ എലിമിനേഷൻ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സൈലം ബാങ്കിങ്ങിലെ കോഴിക്കോട് ക്യാമ്പസ്, വെസ്റ്റ് ക്യാമ്പസിൽ വെച്ചിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ബേസ് ഒക്കെ ക്ലിയർ ആണ്, പ്രിംസ് ഒക്കെ എപ്പോഴും ക്രാക്ക് ചെയ്യുന്നുണ്ട്, മെയിൻസ് കുറച്ച് മാർക്കിന് പോകുന്നു. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും റിപ്പീറ്റേഴ്സ് ബാച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഫുൾ ഓഫ് പ്രാക്ടീസ് ആൻഡ് നമുക്ക് ഈ റീസെന്റ് ആയിട്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ആണ് കൂടുതലും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അതായത് ബേസ് ക്ലാസ്സസ് അങ്ങനെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് സെഷൻ, മോഡറേറ്റ് ടു ഹൈ ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഫർദർ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഓഫ്ലൈനിൽ പഠിക്കാൻ പറ്റുന്നില്ല, കോഴിക്കോട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങളുടെ സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ April 24 ഈ കൺസേൺഡ് ആയിട്ടുള്ള ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ യാതൊരു രീതിയിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ റെക്കോർഡഡ് സെഷൻസും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ റീസെന്റ് ആയിട്ട് അപ്കമിംഗ് ആയിട്ട് വരുന്ന ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ July 9 ആ ബാച്ച് കറക്റ്റ് ആയിട്ട് ലോഞ്ച് ആവുന്നത്. അപ്പോൾ വരുന്ന IBPS SBI എക്സാംസിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒരു ബൂസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്ത് പോകുന്നതായിരിക്കും? പഠിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിന്റെ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കാം. ഡെമോ ക്ലാസ്സസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? കോഴ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ അപ്കമിംഗ് ആയിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചാണ് RRB PO ആൻഡ് ക്ലറിക്കൽ ബാച്ച്. കാരണം ആദ്യം RRB PO ക്ലറിക്കൽ എക്സാംസ് വരുന്നു എന്നായിരുന്നു നമ്മുടെ ആദ്യം നോട്ടിഫിക്കേഷൻ വഴി, അതായത് കലണ്ടറിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ അതിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പേടിക്കേണ്ട, എല്ലാ എക്സാംസിനും നമുക്ക് എന്ത് തന്നെയാണ്? ഒരേ പാറ്റേൺ തന്നെയാണ് ബാങ്ക് എക്സാമിനും. അപ്പൊ യാതൊരു രീതിയിൽ പേടിക്കേണ്ട ആവശ്യവുമില്ല. ഈ ബാച്ച് തുടങ്ങിയത് May 7 അല്ല, May 14 ബാച്ച് തുടങ്ങിയത്. ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് എല്ലാം എന്തായിരുന്നാണ്? അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ട്, കുറെ ടോപ്പിക്സുകൾ പെട്ടെന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു കൺസേൺ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ക്വാണ്ട് ആയാലും റീസണിങ് ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും GK ആയാലും ഡെയിലി എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക? ഈ 4 സെക്ഷനും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പറേഷനിൽ ഇൻവോൾവ് ആവുക. അപ്പൊ നമുക്ക് മറ്റൊരു സെഷൻ ആയിട്ട് പിന്നീട് കാണാം സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ബൈ ട്ടോ.